പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മെറിൻ അനൂപ്. ഞാൻ കൊല്ലത്തിൽ നിന്ന് വരുന്നു. 21/12/2022 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ ദിവസേന പള്ളിയിൽ പോകാറുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, കാരുണ്യപ്രവർത്തികളും ചെയ്യുന്നുണ്ട്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് ഇതെല്ലാം ഞാനൊരു ഡെയിലി ബേസിസിൽ ചെയ്തുകൊണ്ടിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിതെല്ലാം പൂർണ്ണമായി പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. ഉടമ്പടി എടുക്കുന്നതിന് 1 വർഷം മുന്നേ ഞങ്ങൾ ഒരു വീടും സ്ഥലവും വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്കൊരു സ്ഥലം നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ സ്ഥലം കാണാൻ പോകുമ്പോഴൊക്കെ നമുക്കുള്ള സ്ഥലമാണോ ഇല്ലയോ നമുക്ക് ക്ലിയറായിട്ട് അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മാതാവ് ആ സ്ഥലം നൽകി അനുഗ്രഹിച്ചു. ഈ സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ അധികം എമൗണ്ടൊന്നും ഇനിഷ്യൽ ഡെപ്പോസിറ്റായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം മാതാവ് ചിട്ടി നറുക്ക് വീണതിലൂടെ എല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അതിനുശേഷം എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം അപ്രതീക്ഷിതമായിട്ട് എനിക്ക് UK പോയി ഒരു ക്ലയൻറ്റ് വിസിറ്റിന് പോകാൻ സാധിച്ചു. അത് എന്നേക്കാളും എക്സ്പീരിയൻസ് ഉള്ളവരും കഴിവുള്ളവരും എല്ലാം ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നിട്ടും എന്നെ അതിൽ നിന്ന് ഉയർത്തി UK പോയി ക്ലയൻറ്റ് വിസിറ്റിന് വേണ്ടി 15 ദിവസം വെളിയിൽ ഓൺസൈറ്റായിട്ട് പോകാൻ സാധിച്ചു. അത് സാധിക്കാൻ വേണ്ടി ഞാൻ ആദ്യത്തെ ഉടമ്പടിക്ക് ശേഷം ഇവിടുന്ന് തന്നിരുന്ന പത്രം എനിക്ക് പുറത്ത് കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം 2ാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ ഇവിടുന്ന് തന്ന പത്രം ആദ്യത്തെ 3 ഘട്ടം 2ാമത്തെ 3 ഘട്ടം ചേർത്ത് 6 ഘട്ട് ഞാൻ പോയി വിതരണം ചെയ്തു. അങ്ങനെ വിതരണം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിങ്ങനെ ഓൺസൈറ്റ് വിസിറ്റ് പോകാൻ പറ്റിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ എൻ്റെ 3ാമത്തെ ഒരു സാക്ഷ്യം, ഞാൻ എൻ്റെ ജോലിയിൽ എനിക്ക് കുറച്ച് 6ാമത്തെ പുതുക്കലിന് ശേഷം എൻ്റെ ജോലിയിൽ എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഡേ ആൻഡ് നൈറ്റൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ഈ ജോലിയിൽ നിന്ന് എനിക്ക് മാറി വേറൊരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി കേരളത്തിൽ വളരെ അധികം കുറവായിരുന്നു. അതുകൊണ്ട് നമുക്കതിനുള്ള ഓപ്പർച്യൂണിറ്റീസും കുറവായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാനതിന് വേണ്ടി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർഡോ അല്ലെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എൻ്റെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം, ഇന്ന് രാത്രി തന്നെ അത് കൊടുക്കണം, പിറ്റേ ദിവസം ഒരു റെഫറൽ പ്രോഗ്രാം വഴി കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ അവളുടെ നിർബന്ധപ്രകാരം എൻ്റെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്ത് അവൾക്ക് അയച്ചു കൊടുത്തു. പുള്ളിക്കാരി എന്നെ റെഫർ ചെയ്തു. ഉടനടി തന്നെ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ടെൻഷനും ഉണ്ടായിരുന്നു. ആ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്, വീട്ടിലിരുന്ന് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയേ തീരത്തുണ്ടായിരുന്നുള്ളൂ. സോ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചെന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തു. അതിലുപരി ഞാൻ മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്, ലാപ്ടോപ്പിൻ്റെ സൈഡിലിട്ട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവിന് മാതാവിൻ്റെ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇന്ത്യൻ ടീമിൻ്റെയോട് ഇൻ്റർവ്യൂ എനിക്ക് ക്ലിയറായി. അതിന് നെക്സ്റ്റ് റൗണ്ടിലേക്ക് എനിക്ക് സെലക്ഷൻ വന്നു. അത് ഞാനൊരു ചൊവ്വാഴ്ചയാണ് ചൂസ് ചെയ്തത്, മാതാവിൻ്റെ ദിവസമായതുകൊണ്ട്. ചൊവ്വാഴ്ച എനിക്കിതുപോലെ വീണ്ടും ഇൻ്റർവ്യൂ നെക്സ്റ്റ് റൗണ്ട് വന്നു UK ടീമിൻ്റെ കൂടെ. അപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ തൈലം വെച്ച് പ്രാർത്ഥിച്ച് കാഴ്ചരൂപം കയ്യിൽ പിടിച്ചു, ഉപ്പ് വിതറി ധൈര്യപൂർവ്വം ആ ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്തു. അതിൽ കുറേ ക്വസ്റ്റ്യൻസൊക്കെ പാടായിരുന്നു, എങ്കിലും 80% തന്നെ എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് അവിടുത്തെ ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നു, അതായത് നെക്സ്റ്റ് റൗണ്ടിലേക്ക് സെലക്ഷൻ ഉണ്ട്, അത് HR റൗണ്ടാണ്. അവിടെ എനിക്ക് സാലറിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞാൻ ഒടുവിൽ ഒരു ഫിക്സഡ് സാലറിയിൽ ഉറച്ചു നിന്നു. അതെന്ന് പറയുന്നത് ഞാനിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തെക്കാളും 50% അധികമായി തന്ന മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ ഇങ്ങനെ ഈ സാലറി ഫിക്സ്ഡായി എല്ലാ പ്രോസസ്സിങ്ങും ഇനി വീണ്ടും ഓഫർ ലെറ്ററിൻ്റെ പ്രോസസ്സിങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നോർമലി എൻ്റെ കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ മദർ ഇൻ ലോയും കൂടെ ചേർന്ന് ചോറെല്ലാം കുക്ക് ചെയ്ത് കറികളെല്ലാം വെച്ച് എൻ്റെ ഫാദർ ഇൻ ലോ പപ്പ അതെല്ലാം പൊതിഞ്ഞ് എൻ്റെ കുഞ്ഞ് വചനം എഴുതി തരും. എന്നിട്ട് ഈ ചോറിൻ്റെ മേളിൽ ആ വചനം കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ ഒരിക്കൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോയപ്പോൾ സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്നെ ആരും ഇവിടെ തടഞ്ഞു നിർത്തത്തില്ല. ഞാനങ്ങ് കയറിപ്പോയി ഏതെങ്കിലും രോഗികൾക്ക് കൊടുത്തിട്ട് തിരിച്ചു പോരും. ഒരു ദിവസം ഞാൻ ഈ ഇൻ്റർവ്യൂ ഈ സാലറിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞാൻ ചെന്നപ്പം അവരെന്നെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. എന്നോട് പറഞ്ഞു, ഇവിടെ ഈ ഹോസ്പിറ്റൽ ഇങ്ങനെയൊന്നും നടക്കത്തില്ല, നിങ്ങൾ പുറത്ത് പോയി ആർക്കെങ്കിലും ഈ
കൊണ്ടുവന്ന് ഭക്ഷണപ്പൊതി വിതരണം ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പുറത്തൊരു റൗണ്ട് അടിച്ചിട്ട് എനിക്ക് ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ തോന്നിയുള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു, ഇനി ഞാൻ കൊണ്ടുവരത്തില്ല ചേച്ചി, ഞാൻ കയറി പൊക്കോട്ടെ, ഇത് മാത്രം കൊടുത്തിട്ട് പോകാം, എന്താണെങ്കിലും കൊണ്ടുവന്ന് പോയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവർ വീണ്ടും എന്നോട് പറഞ്ഞു, ഇത് പറ്റത്തില്ല, നിങ്ങൾ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അതെനിക്ക് ആകപ്പാടെ ഒരു വിഷമമായി. എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് ഇവിടെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ആ പള്ളിയുടെ സൈഡിൽ ആരെങ്കിലും യാചകർ ഇരിപ്പുണ്ടായിരിക്കും, അവർക്ക് ആ പൊതി കൊടുത്തിട്ട് പോകാമെന്നോർത്ത് ഞാൻ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ എന്നിട്ട് കുരിശടി കയറി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഒരു ചേച്ചി എന്നെ നോക്കി ചിരിച്ചു. ആ ചേച്ചി വളരെ പാവപ്പെട്ട ഒരു സാധു സ്ത്രീയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഒരു പൊതിച്ചോറ് ഇവർക്ക് കൊടുത്തേക്കാമെന്ന് ഓർത്ത് ആ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ആ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു നീലക്കല്ലിലെ മുത്തുമാലയും അതിലൊരു കൃപാസന മാതാവിൻ്റെ കാശുരൂപവും മാത്രമാണ് കിടന്നിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചേച്ചി കൃപാസനത്തിൽ പോകുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, വേണ്ട മോളെ, ഞാൻ ദോശ കഴിച്ചതാണ്. ഞാനിവിടെ ബ്ലഡ് ടെസ്റ്റിന് വന്നപ്പോൾ എനിക്ക് ബ്ലഡ് ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ കൊണ്ടുവരുന്ന പൈസയിൽ നിന്ന് ഇച്ചിരി എടുത്ത് ദോശ കഴിക്കാൻ ഡോക്ടർ പറഞ്ഞു വിട്ടു. ദോശ കഴിച്ചു. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് പ്രോസസ്സ് സ്കാൻ ചെയ്യാനുള്ള കാശ് എനിക്കില്ല. അപ്പം ഞാൻ അതോർത്ത് വിഷമിച്ച് ഇവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നോർമലി എനിക്ക് സാലറി കിട്ടുമ്പം ഞാൻ സാലറി കിട്ടി ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു എമൗണ്ട് എടുത്ത് എനിക്ക് മാതാവിൻ്റെ ചെറിയൊരു സ്റ്റാച്യു ഉണ്ട് വീട്ടിൽ, ആ സ്റ്റാച്യുവിൻ്റെ അടിയിൽ വെക്കും. എന്നിട്ട് ഞാൻ എങ്ങോട്ടോ ജോലിക്ക് പോകുമ്പോഴോ പുറത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോഴോ ഈ എമൗണ്ട് കയ്യിലെടുത്തുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് മാതാവിനോട് പറയും, ഇത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ എനിക്ക് കാണിച്ചു തരണേന്ന് പറയും. അപ്പോൾ ഞാനതിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് ചേച്ചിക്ക് കൊടുത്തിട്ട് പറയും, ചേച്ചി ഇത് സ്കാനിങ്ങിനുള്ളതാണ്, ചേച്ചി സ്കാൻ ചെയ്തോ, കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എനിക്ക് സ്കാൻ ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കൃപാസന മാതാവിൻ്റെ അടുത്ത് വരണം. ആ ചേച്ചി ഒരു ഹിന്ദു സ്ത്രീയായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിക്ക് വീണ്ടും ഒരു 500 രൂപയും കൂടി എടുത്തിട്ട് പറഞ്ഞു, ചേച്ചി ഈ 500 രൂപയും കൂടെ വെച്ചോ, ഇത് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ചേച്ചിക്ക് പ്രാർത്ഥിക്കാനുള്ള പൈസയാന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ആ ചേച്ചി എൻ്റെ തലയിൽ കൈയെല്ലാം വെച്ച് അനുഗ്രഹിച്ചു, എന്നിട്ട് പോയി. അപ്പം ഞാനിതിന് മുന്നേ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചേട്ടൻ പറയുവാണ്, പുള്ളി ഒരു ചേട്ടൻ ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടിയപ്പോൾ ഈ പുള്ളിയുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ, അത് കൊടുത്തിരുന്നു. അതിനുശേഷം ആ മനുഷ്യന് വളരെ വലിയൊരു എമൗണ്ട് നൽകി കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു എന്ന്. അപ്പോൾ ആ സാക്ഷ്യം ഓൾറെഡി കേട്ട് ഞാനതെൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തൊരു സാക്ഷ്യം. അത് കഴിഞ്ഞ് ഈ അനുഗ്രഹം എല്ലാം മേടിച്ച് ഞാൻ പോയപ്പോൾ എനിക്ക് അപ്പോഴൊരു ഈ ഒരു സാക്ഷി എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്. ഞാനിതെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യം ഞാൻ വീണ്ടും ജോയിൻ ചെയ്യാൻ പോകുന്ന ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അവിടുത്തെ HR വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളൊരു 1 lakh ജോയിനിങ് ബോണസും കൂടെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന്. ശരിക്കും അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് സാലറി ഫിക്സ്ഡായി വിചാരിച്ചിരുന്നതുമാണ്. അങ്ങനെ അത് ഞാൻ കൊടുത്ത എമൗണ്ടിൻ്റെ 100 ഇരട്ടി പ്രതിഫലം. ഈ ചേച്ചിക്ക് ഞാൻ കൊടുത്തത് 1000 രൂപയാണെങ്കിൽ എനിക്ക് 1 lakh തന്നെ അനുഗ്രഹിച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് ആ ബൈബിൾ വാക്യം ഓർമ്മ വന്ന്, നമ്മൾ എന്ത് കൊടുത്താലും അതിന് 100 ഇരട്ടി ദൈവം നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമെന്ന്. അങ്ങനെ എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ എനിക്കിത് മനസ്സിലായി, ഇത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്ന ജോലിയാണ്. കാരണം ഈ ഇൻ്റർവ്യൂവിന് ഞാൻ പ്രിപ്പയർഡ് അല്ല, ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പോലും, ഈ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്ന ഒരാളല്ല. അങ്ങനെ എല്ലാം എനിക്ക് ഫസ്റ്റ് റൗണ്ടിൽ ക്ലിയറായി. ഞാൻ എൻ്റെ പഴയ കമ്പനിയിൽ നിന്നിറങ്ങി നാളെ എൻ്റെ പുതിയ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. മാതാവ് അവിടെയും എന്നെ നല്ല ഉയരത്തിലെത്തിക്കുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട്. അത് നോർമലി വിശ്വാസപ്രമാണം ചൊല്ലി ഹോസ്പിറ്റൽസിൽ, ഇല്ല ഞാൻ ജോലിക്ക് പോകുമ്പോൾ ട്രെയിനിൽ, ഇല്ല എൻ്റെ വർക്ക് പ്ലേസിലൊക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എന്നെ കാണുന്നവരുടെ അടുത്തും മാതാവ് ഇങ്ങനെ തന്ന ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായി ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് മറ്റുള്ളവരെ. അതുപോലെ തന്നെ ആശുപത്രികളിലൊക്കെ ചോറെല്ലാം കെട്ടി വിതരണം ചെയ്യാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിനും എനിക്കും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു.